ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ശനിയാഴ്ച മുസ്ലിം സമൂഹം ബക്രീദ് ആഘോഷിക്കുകയാണ്. മുസ്ലിം സമൂഹം ആഘോഷിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് ബക്രീദ്. الله أكبر. ശനിയാഴ്ച മുസ്ലിം സമൂഹം ബക്രീദ് ആഘോഷിക്കുകയാണ്. മുസ്ലിം സമൂഹം ആഘോഷിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് ബക്രീദ്. ഇത് ത്യാഗത്തിൻ്റെ ഉത്സവമെന്നും അറിയപ്പെടുന്നു. പ്രവാചകൻ ഇബ്രാഹിം തൻ്റെ മകനെ ബലിയർപ്പിച്ചതിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്ന ഈ ഉത്സവം പുണ്യനഗരമായ മക്കയിലേക്കുള്ള ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. ബന്ധുക്കൾക്കിടയിൽ മാംസം വിതരണം ചെയ്യുന്നതും മാംസം വാങ്ങുന്നയാളെ ജപിക്കുന്നതും ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആചാരങ്ങളാണ്. ഇസ്ലാമിക ചാന്ദ്ര കലണ്ടറിലെ 12-ാം മാസത്തിലും ദുൽഹിജ മാസത്തിലെ 10-ാം ദിവസത്തിലുമാണ് ഈ ഉത്സവം വരുന്നത്. ഈ ദിവസം മുസ്ലിം സമുദായക്കാർ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിച്ച് പ്രാർത്ഥിക്കുകയും പരസ്പരം ഈദ് മുബാറക് എന്ന് ചൊല്ലി ആശംസിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായി ഈദ് നമസ്കാരത്തോടെയാണ് ഇവർക്ക് ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഈദ്ഗാഹുകൾ എന്നറിയപ്പെടുന്ന തുറസായ സ്ഥലങ്ങളിലാണ് അവ നടത്തുന്നത്. പഴയന്നൂർ ബദ്രിയ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ റഷീദ് അൻവരി ബക്രീദ് ആഘോഷ പരിപാടികളെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആഘോഷം സമാഗതമാവുകയാണ്. ലോകം മുഴുവനും നാളെ ശനിയാഴ്ച അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് ഓർക്കേണ്ട സ്മരിക്കേണ്ട ചരിത്ര സംഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് പരീക്ഷണങ്ങൾ ലോകരക്ഷിതാവായ ജഗദേക നേതാവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾ വിധേയനാവുകയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾ മാറ്റിവെച്ചുകൊണ്ട് പൈശാചികമായ പ്രവർത്തനങ്ങളെ നിരന്തരം തട്ടിമാറ്റിക്കൊണ്ട് മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ചു തന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമുക്കൊരു പാഠമാണ്, ഉൾക്കേണ്ടതാണ്. എന്തിനേറെ സ്വന്തം മകനെ പോലും അറുക്കാൻ വേണ്ടി രക്ഷിതാവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറാതെ ഉറച്ചുകൊണ്ട് റബ്ബിന്റെ കൽപ്പനയ്ക്ക് തൻ്റെ മകനും താനും ഉറച്ചു നിന്നപ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി സ്വർഗത്തിൽ നിന്ന് ആടിറക്കുകയും അതിനനുസ്മരിച്ചുകൊണ്ട് ജനങ്ങൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ആ ത്യാഗസമ്പൂർണമായ ആ ജീവിതം മനസ്സിലാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അഥവാ മറ്റു സഹജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും സഹജീവികൾ എങ്ങനെ അവരെ കൂടിക്കണമെന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവനെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ പെരുന്നാൾ നമുക്ക് അതിനു വേണ്ടി മാറ്റിവെക്കാം. നമ്മുടെ നാട്ടില് മതസൗഹാർദ്ദമായി മാനവ സമൂഹത്തെ സ്നേഹത്തോടെ ഒരുമയോടെ കാണാനുള്ള മനസ്സുമായി മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ പഴയന്നൂർ ബദരിയ മഹല്ല് കമ്മിറ്റിയുടെ ഖത്തീബ് എന്ന നിലക്ക് ഞാൻ ഉണർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപ്പെരുന്നാൾ ആശംസ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CCV ന്യൂസ്, പഴയന്നൂർ.